യൂട്യൂബ് ചാനൽ. കുറെ ഇൻട്രോ പറയുമ്പോൾ സിംഗ് ആണ് ഞാൻ നോക്കിയപ്പോ അഭിനാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യം നിങ്ങൾ വീട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. രണ്ട് ഭാഗമായിട്ട് തിരിക്കുകയാണെങ്കിൽ ടെലിപ്പതി ചാലഞ്ച്. ഇപ്പൊ എന്തെങ്കിലും പറയാണ്, ഇപ്പൊ ഒരു മരം വരയ്ക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ മൂന്നുപേരും ഒരേപോലെ മരമാണ് വരയ്ക്കുന്നത്. വാഴ വരയ്ക്കാം, ഒരാൾക്ക് ബനിയൻ ട്രീ വരയ്ക്കാം, ഇങ്ങനത്തെ കുറെ സ്കിൽസ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. വാഴകൾ കണ്ടു വരയ്ക്കാം, വാഴകൾ നീ എന്നെ കുറച്ചുകൂടെ. മൊത്തം ഒരു 10 റൗണ്ട് ഉണ്ടാവും. 10 റൗണ്ടിൽ ആരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഒരുപോലെ ടെലിപ്പതിയാണ് മെയിൻ. നമ്മളിവിടെ ഡ്രോയിങ് നോക്കുന്നില്ല. നമ്മള് അതല്ല ഡ്രോയിങ് ഒന്നും നോക്കണ്ട. ഡ്രോയിങ് നോക്കണ്ട കേട്ടോ. സ്കില്ലില്ല നമുക്ക് വരയ്ക്കാൻ. അല്ലെങ്കിൽ നമ്മൾ താങ്കൾ വെച്ച പോലെ എനിക്ക് സ്കില്ലൊന്നും ഇല്ല. അപ്പൊ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ചട്ടം പീസിൽ ഒരാളെ വരയ്ക്കണം. 1 മിനിറ്റാണ് ടൈം. 1 മിനിറ്റിനകത്ത് ആരാണെന്ന് ഒരു ഐഡിയ കിട്ടിയത്. ഡ്രോയിങ് നമ്മൾ ഇതില് കണക്കാക്കുന്നില്ല. ഞാൻ റാൻഡം ആയിട്ടാണ് വരയ്ക്കണേ. അച്ഛ ഭയങ്കര സ്കെച്ച് ഒന്നും നോക്കല്ലേ, എനിക്ക് വരുന്നില്ല. അയ്യോ എന്റെ സ്കെച്ച് അയ്യോ വരയ്ക്കാൻ പറ്റുന്നില്ല. എന്റെ ആളെ കണ്ടാ നിങ്ങക്ക് മനസ്സിലാവും. ഞാൻ വരച്ച് കഴിഞ്ഞു. ഞാൻ ചുമ്മാ വരച്ച്. ഓക്കെ ഗൈസ്, അങ്ങനെ 1 മിനിറ്റ് സമയം കഴിഞ്ഞ് നമ്മള് 3 പേര് വരച്ച് പോലെ തോന്നുന്നത് ഞങ്ങൾ തന്നെ പറയാം. 1 2 3 സ്റ്റാർട്ട്. ഇത് ഡാനി ചാച്ചൻ. എനിക്ക് മുടി മാത്രമേ പെണ്ണായിട്ട് വന്നു, ബാക്കിയെല്ലാം ആണായിട്ട് വന്നു. ഞാൻ ചുമ്മാ വരച്ചാണ്, എനിക്ക് വരയ്ക്കാറുള്ള. ഗൈസ് അങ്ങനെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോ ആർക്കും ഒരു പൊരുത്തമില്ല. ഇതാണ് സംഭവം. എന്നെ വരച്ച് കണ്ടാലും മനസ്സിലാവും. ബ്ലൂ ഷർട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. ടീഷർട്ട് അത് വൈബായിട്ട് വന്നില്ല. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ, ഇതാണ് ചലഞ്ച്. ഇപ്പൊ നിലവിൽ എല്ലാവർക്കും 0 പോയിന്റ്സ്. ആരും ഞങ്ങളുടെ ഡ്രോയിങ് സ്കിൽസ് വെച്ച് ജഡ്ജ് ചെയ്യരുത്. അപ്പൊ നമ്മുടെ അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഇതാണ്. ചട്ടം പീസ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് വരയ്ക്കണം. ഏതെങ്കിലും വരയ്ക്കാൻ നമുക്ക് ഓർമ്മയിലുള്ളത് കുറെ കിട്ടിയിട്ടുണ്ട്. ഇത് വരയ്ക്കാനൊന്നും ഒരു ഡൗട്ട്. അച്ഛാ ആലോചിക്കേ. എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അത് വരയ്ക്കാനാണ് എന്റെ പ്ലാൻ. Easy, mine. I'm done. I'm done. Easy. Easy ആണ്. നിങ്ങൾ എല്ലാവരും തെറ്റിക്കരുത്. എനിക്കറിയത്തില്ല. ഞാനതാ പറയുന്നത് ഈസി ആണ്. ഈസി ആണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഫോട്ടോ ഫ്രെയിം. ഫോട്ടോ ഫ്രെയിം. പ്ലേ ബട്ടൺ. ഞാൻ മറ്റേ ഉദ്ദേശിച്ച സബ്സ്ക്രൈബേഴ്സ് തന്നത് നമുക്ക് കിട്ടിയ ഒരു സംഭവമല്ലേ? ശരിയാണല്ലേ? ശരി ഫോട്ടോ ഫ്രെയിം ഇടും. അവിടെ ഇരുന്നതാ. യൂട്യൂബ് പ്ലേ ബട്ടൺ അല്ലേ നമുക്ക് വലിയൊരു ഗിഫ്റ്റ് ആണ്. ആദ്യം ഓർക്കുമ്പോ യൂട്യൂബ് ശരിയാണ് ഗോൾഡൻ പ്ലേ ബട്ടൺ. സോറി ഗൈസ്, എന്നാലും ജിത്ത് വെച്ച ആ പ്ലേ ബട്ടൺ. അപ്പൊ അടുത്ത റൗണ്ട് ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മൾ ചട്ടം പീസിൽ വാങ്ങിച്ചിട്ടുള്ളതിൽ ഏറ്റവും വില കൂടി എക്സ്പെൻസ് ആയിട്ടുള്ള ഒരു സാധനം. ഈസിയാണ്. എക്സ്പെൻസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് വേറെ വല്ല ഉണ്ടോന്ന് പോലും എതി തന്നെയാണോ എനിക്ക് തോന്നുന്നു. എല്ലാരും ഭയങ്കര സൈലന്റ്. എല്ലാരും അച്ഛാ എനിക്ക് അറിഞ്ഞൂടെ ജാതി തന്നെയാണോ വരയ്ക്കണേന്ന്. 1 2 3 അതെങ്കിലും നമ്മൾ ചെയ്തല്ല. എല്ലാരും കറക്റ്റ് ആയിട്ട് നീല കാർ വരച്ചിട്ടുണ്ട്.
നീലയാണല്ലേ ഫ്രണ്ടിൽ കിടക്കണ വണ്ടി. ഞാൻ ഇത് മിക്സ് ചെയ്യാന്ന് വിചാരിച്ചു ആ ഒരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടിട്ട്. Okay, okay, no see, no see. ഗൈസ് അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ വരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന് താഴെ ക്യാപ്ഷൻ എങ്കിലും എഴുതാം. നിക്ക് ഇതെങ്ങനെ കൺവേ ചെയ്യണമെന്നാ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇച്ചിരി കൺവേ ചെയ്യാൻ ഇച്ചിരി പാട് വിട്ടു. ഇത് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഞാൻ ഏത് വീഡിയോ ആണ് പറഞ്ഞതെന്ന്. ഞാൻ പണ്ട് Okay, സ്കെച്ചുകളുടെ പോലെയൊക്കെ ഇരിക്കുന്നു. കഴിഞ്ഞോ? ഞാൻ എഴുതുന്നില്ല, എന്റെ ഇത് കണ്ടാ പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവും. എന്റെ കണ്ട് നിങ്ങൾ മനസ്സിലാക്കി. കണ്ട് മനസ്സിലാക്കിയാൽ മതി. എന്റെ ആർട്ടിസ്റ്റിക് സ്കിൽസ് ഞാൻ ഇവിടെ പുറത്തു. എന്റെ കണ്ട് മനസ്സിലാവും, പക്ഷേ എക്സ്ട്രാ ഒന്ന് എഴുതി. ശരി ശരി. നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയാൽ മതി. 1 2 3 Start. നോക്കട്ടെ വെച്ചേ. നോട്ടു. നിക്ക് ഹൈഡാസിക്ക. അത് സ്പെഷ്യൽ ആയിട്ട് ഞാൻ ഇത് എപ്പിസോഡ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ലേറ്റസ്റ്റ് സാധനം. ആ ചെമ്മല്ലാത്ത എണ്ണ ഞങ്ങളെല്ലാം ഓടുന്നത്. ഇതേത് ഹൈഡ് ആൻഡ് സീക്ക്? ഈറ്റിംഗ് ചലഞ്ച്. ഓണം മച്ചാനെ ഇത് മറ്റേ സുഷി നൈറ്റ് ബിഫോർ വെഡിങ്. അത് നല്ലൊരു എപ്പിസോഡാണ്. റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു Seriously. സീരീസ് ആയിരുന്നു. അത് കണ്ടുകൊണ്ട് ചിരിക്കാൻ പറ്റിയതാ. പക്ഷെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡാൻസിക്ക് വീഡിയോ. കാരണം നമ്മൾ കൊറേ ചെയ്തിട്ടുള്ളതാണ് ഹൈഡാൻസിക്ക്. എന്നാണ് സെയിമായിട്ട് വന്നു വെച്ചാൽ ഞാൻ വിചാരിച്ചില്ല ഇവര് രണ്ടുപേരും വരയ്ക്കുമെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ പോയിട്ടുള്ളതില് നമ്മുടെ ഫേവറേറ്റ് പ്ലേസ്. നമ്മൾ പോയിട്ടുള്ളത് ഞങ്ങളുടെ ഫേവറേറ്റ് പ്ലേസ് നിങ്ങൾക്ക് ചിലപ്പോൾ ഗസ് ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻസ് നമ്മളെടുക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങൾക്ക് കൂടെ ഇതിൽ കളിക്കാൻ പറ്റും നമ്മുടെ കൂടെ. നിങ്ങൾ വിചാരിച്ചത് സെയിം ആൻസർ ആണ് നിങ്ങൾക്ക് പറയാം. ആ സമയത്ത് ഞാൻ ആ സെയിം ആൻസർ ആണ് വിചാരിച്ചത് എന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്തോ. നിങ്ങൾക്ക് ഗസ് ചെയ്ത് കറക്റ്റ് ആയി കിട്ടിയോ? കൂടെ കളിക്കണം. അതാണ് നമ്മുടെ ഒരു അതെ ഞങ്ങളിപ്പോ പറയാൻ പോകുന്നത് ഞങ്ങൾ പോയിട്ടുള്ളതില് ഞങ്ങൾക്ക് ഫേവറേറ്റ് സ്ഥലം. നമ്മള് പോയിട്ടുള്ളതില് കോൺസെൻട്രേറ്റ് ചെയ്ത് വരയ്ക്കണം. കറക്റ്റ് ആവാൻ വേണ്ടിട്ടാണ്. കറക്റ്റ് ആവാൻ വേണ്ടിട്ട് ചത്തളത്ത് പടിയെടുക്കുന്നത് അതൊക്കെ മതി. ഇത് കണ്ടാ മനസ്സിലാവുമായിരിക്കണം. ഇത് കണ്ടാ മനസ്സിലാവണേ. തായ്ലാൻഡിൽ ശരിക്കും ഞാൻ വിചാരിച്ചു ശരി വരയ്ക്കാൻ പറ്റുന്നില്ല അറിയാം. തായ്ലാൻഡ് പറയുമ്പോൾ ആദ്യം ഓർക്കുന്ന സ്ട്രീറ്റ് അല്ലല്ലോ ഈ ഒരു സ്ഥലം. ആ ബീച്ചും ആ ഒരു വൈബ്സും ഇങ്ങനെ വൈബ്സ് ആയിരുന്നു. അപ്പൊ നമ്മൾ 6 മിനിറ്റ് നടന്നു വരുന്നെങ്കിൽ 5 മിനിറ്റ് അവിടത്തെ കുഞ്ഞുമേ കള്ള തന്നെ വെച്ചത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാരും പോവാൻ പറ്റിയ നമ്മുടെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ. വരയ്ക്ക നീ വരച്ചിട്ട് അച്ഛാ വരയ്ക്കച്ചാ വരയ്ക്ക്. സിമ്പിൾ ആയിട്ട് ഞാൻ വരച്ചിട്ടായിരുന്നു. ഡ്രീം ഡെസ്റ്റിനേഷൻ ആണേ. എന്തോ വരയ്ക്ക അതിന് ഞാൻ നോക്കണം. പിള്ളേരെ പെട്ടെന്ന് നന്നായിട്ട് വരയ്ക്കണമെന്നില്ല. പൊരുത്തം നോക്കിയാൽ മതി. പൊരുത്തം എന്റെ സാധനം കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവൂല. അച്ഛൻ വരച്ചു കഴിഞ്ഞിട്ട് ഇതുവരെ ഞാനും 1 2 3 സ്റ്റാർട്ട്. കൊറിയ. മച്ചനെ നീ ബ്രില്യന്റ് ആയിട്ടോ മച്ചനെ. ഞാൻ രാജ്യത്തിന്റെ അത് വരച്ചിട്ട് കൊറിയ. എനിക്ക് എന്തൊരു അവരുടെ കണ്ണ് മനനുസരിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇല്ലാടി തന്നെ പക്ഷെ ഞാൻ കൊടുക്കും. ഞാൻ വരച്ചത് കണ്ടാലും
ഞാനൊരു ചൈനീസ് ടച്ച് അടിക്കാൻ നോക്കിയത്. ഞാൻ ഉദ്ദേശിച്ച ബിൽഡിങ്സ്, മരങ്ങൾ, ആ പിങ്ക് കളർ പൂ വേണമെങ്കിൽ വരയ്ക്കാന്നാണ് വിചാരിച്ചത്. 3 പേർക്കും ഒരുപോലെ 3 കിട്ടി. ഒരുപോലെ വരച്ചില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഗസ് ചെയ്ത് കാരണം എന്താന്ന് പറ ജിത്തോച്ചാ. കാരണം എന്തെന്ന് പറഞ്ഞാല് ഇവർക്ക് ആനി കഷ്ണിക്ക് എന്തായാലും കൊറിയ പോണം. ഞങ്ങൾക്ക് ഇഷ്ടമല്ലേ, ഞങ്ങളും കൂടെ പോകും. അങ്ങനെ ഇഷ്ടമല്ലെന്നല്ല, പക്ഷെ ആ സ്ഥലവും വൈബാണ്, അവിടുത്തെ ആൾക്കാരെല്ലാം നൈസാണ്. ആ ഒരു ഇത് എനിക്കുണ്ട്. അപ്പോ ഇവർക്ക് എന്തായാലും അവിടെ പോകണമെന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് അത് നമ്മുടെയും ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിട്ട് നമ്മൾ ഞങ്ങൾക്ക് എന്താണ് ആഗ്രഹം എന്ന് അറിയാമോ? ഞങ്ങളുടെ അച്ഛന്മാരായിട്ട് പോയിട്ട് അവിടെ എൻജോയ് ചെയ്യണം. അതാണ്. എന്നിട്ട് ഞങ്ങൾ അവിടെ ഗേൾസിനെ കാണാൻ പോകും, ഇവരൊരു ബോയ്സിനെ കാണാൻ പോകും. ഇതാണ് നമ്മൾ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മൾ ചട്ടമ്പീസ് വീഡിയോ എടുത്തതിൽ ബാഡ് ആയ ഒരു ദിവസം എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട്, ആ സാധനം വരയ്ക്കാം. മനസ്സിലായില്ലേ? അതെ അതെ. എല്ലാരും ഞാൻ മറക്കല്ലടാ. ഇതിന് ബാഡ് ആയ ഒരു ദിവസമാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതെ അതെ, നമ്മൾ ഊപ്പാട് പോയ ഒരു ദിവസം. ഒരു സിംഗിൾ സാധനത്തിൽ നമ്മൾ അത് മനസ്സിലാക്കണം. 1 2 3 സ്റ്റാർട്ട്. തട്ടിക്കോട്ട് പോയത് ഡിജാന്റെ ബർത്ത്ഡേയുടെ തലേ ദിവസം ഞാൻ കൊച്ചി പോകുന്ന സമയത്ത് വണ്ടി പഞ്ചർ നമ്മളോട് കിടന്ന് ഓർമ്മ ഉണ്ടാ? വണ്ടിയൊന്നും ഇല്ലാതെ ഒരു വണ്ടി. ഞാൻ നിന്നെ ഓർത്തടാ ആ സമയത്ത്. ചേട്ടാ അതുപോലെ എനിക്ക് അത്ര ഭയങ്കരമായിട്ട് വിഷമം. പക്ഷെ ഇവ അന്ന് കരഞ്ഞത്, അന്ന് ബാഡ് അടിച്ചല്ലേ. അല്ല, അതൊരു ബാഡ് തന്നെ, അതിന്റെ എക്സ്ട്രീം ലെവലായിരുന്നു ഇത്. പേഴ്സണലി ആ ബാഡ് ഇത് വന്നോണ്ട് ബാഡായിരുന്നല്ല. ആ ഒരു ട്രിപ്പ് ട്രാവൽ ചെയ്ത് അതുവരെ പോയിട്ട് അത് കഴിഞ്ഞ അടുത്ത ദിവസം ഭയങ്കര ചില്ലായിരുന്നു വർക്കല. ഇത് കഴിഞ്ഞിട്ട് ഈ സാധനം ഇല്ലേ, ഞാൻ അന്ന് ആ വീഡിയോ കണ്ടത്. അതിനുശേഷം ആ വീഡിയോ കണ്ടിട്ടില്ല. സീരിയസ്ലി ഞാൻ ആ വീഡിയോ കണ്ടിട്ടില്ല. മിക്ക വീഡിയോസ് പിന്നെ റിപ്പീറ്റ് അടിച്ച് കാണും, പക്ഷെ ഈ വീഡിയോ അത് അബിന് കുറച്ച് ഇഷ്യൂ ആയിരുന്നു. എന്നെ അന്നേരം വീഡിയോ കോൾ ചെയ്ത് അബിന്റെ റിയാക്ഷൻ കാണിക്കാൻ വേണ്ടി. ഇതിന് ആർക്കും പൊരുത്തമില്ല. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മളൊരു സീനാണ് വരയ്ക്കാൻ പോകുന്നത്. ഒരാള് കൊടയും പിടിച്ചിട്ട് ഒരു സ്ഥലത്ത് നിൽക്കണം. അത് ആരാണെങ്കിലും ആവാം. ഒരാൾ കൊടയും പിടിച്ചിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുന്നു. ആ സ്ഥലം വേണമെങ്കിൽ വരയ്ക്കാം, കൊടയുടെ കളർ വരയ്ക്കാം, ആണാണോ പെണ്ണാണോ എന്ത് വേണമെങ്കിൽ വരയ്ക്കാം. ഇവർ ഈ കൊറിയൻ ഡ്രാമാസ് ഒക്കെ കണ്ടിരുന്നെങ്കിൽ എളുപ്പമായേനെ. എളുപ്പത്തിൽ വരാം. കൊട പിടിച്ച് നിൽക്കുന്നതാണ്. എന്തെങ്കിലുമൊക്കെ സാമ്യം വന്നാ കുഴപ്പമില്ലേ? ഞാനും ഫിനിഷായി. എനിക്കാണല്ലോ നമ്മള് തീരുമാനിക്കുന്നത്. 100% പറയുന്നു, ഒരുപോലെ ആരും കൺഫേം ആയിട്ട് പറയുന്നു. കൊടയുടെ കളർ ഒരുപോലെ വരച്ചാണ്. 1 2 3 സ്റ്റാർട്ട്. പാക്കട്ട് മച്ചാനെ വമ്പ സെറ്റപ്പ്. ചായക്കണ നീ കൊടയുടെ കളറായിരുന്നു. എനിക്ക് സാമ്യമുള്ളത് ബസ് സ്റ്റോപ്പ് മാത്രം. ബസ് സ്റ്റോപ്പ് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ്. ഞാൻ മഴ വരെ വരച്ച് ബസ് സ്റ്റോപ്പിന് മഴയത്ത് നിൽക്കുന്ന ഒരു മഴ സൂപ്പർ. ബസ് സ്റ്റോപ്പ് മാത്രം സാമ്യമുണ്ട്, അതുകൊണ്ട് 1/2 പോയിന്റ്. 1/2 പോയിന്റ് ഇല്ല, നമുക്കത് 1 പോയിന്റ് ആയിട്ട് എടുക്കാനോ ഇഷ്യൂസ്. എന്തായാലും ആ സാധനം മൈൻഡ് വന്നത്. അങ്ങനെ വീഡിയോ തീരാറായപ്പോൾ വാവ ഇവിടെ വന്നിട്ടുണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട്. വാവയ്ക്ക് വരയ്ക്കണോ? ചേച്ചി പറയണത് മനസ്സിൽ ഓർത്തിട്ട് വരയ്ക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ വീട്ടില് നമുക്ക് നമ്മുടെ ഫേവറേറ്റ് സ്പോട്ട്. അവർക്ക് ഈ വീട്ടിൽ ഇഷ്ടപ്പെട്ട ഏറ്റവും ഫേവറേറ്റ് സ്ഥലം ഏത്? മച്ചാനെ എല്ലാരും എന്നെ പോലെ വേഗം വരയ്ക്കുന്ന സെയിം സാധനം വരച്ചേക്കും മച്ചാനെ. നോ യൂസ് ആയിരിക്കും. ഞാൻ വരച്ചേ സിമ്പിൾ സ്ഥലമാണ്, സിമ്പിൾ ആയിട്ട് വരച്ചേ. മച്ചാനെ എനിക്കിതില് വരയ്ക്കണം എന്ന് പറഞ്ഞ ഒരു ഐഡിയ കിട്ടുന്നില്ല. വരയ്ക്കാൻ മനസ്സ് മാത്രം സമ്മതിക്കുന്നുണ്ട്, പക്ഷേ വരയ്ക്കാനുള്ള സ്കിൽസ് ദൈവം നമുക്ക് തന്നിട്ടില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. എഴുതി വെക്കിട്ടില്ല, ചിലപ്പോൾ ആർക്ക് മനസ്സിലാവില്ല. ഞാൻ എഴുതി വെച്ച് മനസ്സിലാവാതിരിക്കും. റെഡി 1 2 3 സ്റ്റാർട്ട്. ആനി ബാൽക്കണി, ആനി ബാൽക്കണി, ആനി ബാൽക്കണി, ആനി റൂം.
ആനി അവൻ എന്നെ പോലെ നോക്കി ആനി ബാൽക്കണി കസേര നോക്ക് എന്നെ പോലെ നോക്കി കളർ പോലും മാറ്റാണ്ട് ഇതിന് വൈബുണ്ട് കേട്ടോ ആ സ്ഥലം. നല്ല കാറ്റ് കൊണ്ട് നല്ല വെളിച്ചം രാത്രിയില്ലേ നല്ല കാറ്റ് നല്ലൊരു വൈബുള്ള ഒരു സ്ഥലമാണ്. എല്ലാവരും കൂടെ അവിടെ ചെന്ന് ഇരിക്കാനും സംസാരിക്കാനൊക്കെ പറ്റിയ ഒരു വൈബ് സ്ഥലമാണ് ആനയുടെ അവിടെ പോകുന്നത്. പക്ഷെ ഇത് മൂന്ന് ശരിയായിട്ട് വന്നത്. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് വരച്ചതെന്നുള്ളൊരു ഐഡിയ പറഞ്ഞു നിങ്ങൾ നോക്കട്ടെ, സ്കിൽസ് ഉണ്ടോ നോക്കട്ടെ. ഞാൻ എന്തുദ്ദേശിച്ചാണ് വരച്ചത്? ആ കമ്പി അത്രയുള്ള കമ്പി പല തന്നെ മോൾ നോക്കുമ്പോ ലാസ്റ്റ് സംഭവമാണ്. ലാസ്റ്റ് സംഭവം എന്ന് പറഞ്ഞാല് നമുക്കിപ്പോ കാണാൻ പറ്റുന്ന ഒരു സാധനം എന്തോ ആവാം. നമ്മളിപ്പോ വിഷ്വൽ ആവാം, ആരെങ്കിലും ഇപ്പൊ ഫുഡ് കഴിച്ചോണ്ടിരിക്കണ ആവാം, എന്തോ ആവാം. നമ്മളെ എല്ലാരും കാണാൻ പറ്റുന്ന ഒരു സാധനം. ഇപ്പൊ കറന്റ്ലി ഇപ്പൊ നമ്മുടെ ഫീൽഡ് ഓഫ് വിഷനിലുള്ള എന്തൊക്കെയാണോ ഓക്കെ റെഡി. എന്തോ നമ്മുടെ ഇപ്പൊ കാണുന്നതില് ഫീൽഡ് ഓഫ് വിഷനുള്ള ഏതെങ്കിലും ഒരു സാധനം. ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട്. അവൻ സൈഡിലിരിക്കുന്നവരെ ഞാൻ പറയും അനീഷുമാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത്. അനീഷാണ് അനീഷ് ഫാൻസ്. ഞാൻ വരച്ചത് എന്റെ ഈ വ്യൂ ആണ്. അവിടെ അനീഷ് ക്യാമറ ഇവിടെ വരയ്ക്കുന്ന അനീഷിനെ കാണുന്നില്ല. ഞാൻ എന്റെ വ്യൂവില് ക്യാമറ പ്ലസ് അനീഷ് ബ്രോ. അപ്പൊ ഞാൻ ജിത്തോച്ചാനെ പൊരുത്തമുണ്ട്, അതിനൊരു പകുതി പൊരുത്തമുണ്ട്. അപ്പൊ നമ്മുടെ സ്കോർ എന്ന് പറയുന്നത് ഞങ്ങൾ 3 പേര് ഒരുമിച്ച് പറഞ്ഞത് 3 ആൻസേഴ്സ് ആണ്. ഒന്ന് തായ്ലാന്റ്, കൊറിയ, ബാൽക്കണി കാറ്. 4 നമ്പർ 10 4 ഒരുപോലെ പറഞ്ഞു. പിന്നെ 2 ഞാൻ ആനിയെ പോലെ പറഞ്ഞു. ഒരു ബസ് സ്റ്റാൻഡും മറ്റേ ഹൈഡ് ആൻഡ് സീക്ക് വീഡിയോ. പിന്നെ ജിത്തുച്ചാൻ വേണ്ടി അനീഷിന്റെ ഫീൽഡ് ഓഫ് വിഷൻ. ലാസ്റ്റ് ക്യാമറയുടെ സംഭവം നമ്മുടെ ക്യാമറമാൻ അനീഷ് ജയൻ. എനിക്ക് എത്ര പോയിന്റ്? എനിക്ക് നീയുമായിട്ട് 2 പോയിന്റ്, ജിത്തോച്ചാനുമായിട്ട് 1 പോയിന്റ്. അപ്പൊ 3, എന്നിട്ട് മറ്റേ 4, അപ്പൊ 7. കൂടുതൽ പൊരുത്തമുള്ളത് കണ്ട നിങ്ങളെ മൈൻഡ് എനിക്കറിയാം. എത്ര പോയിന്റ്? 5. നിങ്ങൾ എന്നാലും പ്ലേ ബട്ടൺ വായിക്കാതെ ശരിയല്ല. ഞാൻ ബ്രില്യന്റ് ആയിട്ട് വരച്ചായിരുന്നു, നിങ്ങൾ ആ പ്ലേ ബട്ടൺ മിസ് ചെയ്തു. അത് ശരിക്കും മിസ്സാക്കിയതായിരുന്നു. സോറി ജിത്തോച്ചാ. ചേപ്പനി ഡ്രോയിങ് ചാലഞ്ച് ഇവിടെ അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. വരയ്ക്കാനുള്ള ഒരു സ്കിൽസ് ഇന്നാണ് കഴിവ് മനസ്സിലാക്കിയത്. അതല്ലേ അപ്പൊ ഞങ്ങൾ തമ്മിൽ ഇത്ര പൊരുത്തോടത് ഞങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞത്. ഞാൻ വിചാരിച്ചു ഒന്നും പോലെ ശരിയായിട്ട് വരത്തില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്ത ഇനി ഒരു ചേപ്പനി ചാലഞ്ച് ആയിട്ട് വരുന്നത് വരെ ശുഭനിദ്ര.